തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PS പ്രശാന്തിന്റെ പകരക്കാരനെ CPIM ഇന്ന് തീരുമാനിക്കും. മുൻ MP എ സമ്പത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുന്നത്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും ഇതൊരു മുൾക്കിരീടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് SIT അന്വേഷണമൊക്കെ തകൃതിയായി നടക്കുന്ന ഈ വേളയിൽ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പുലിവാലല്ല, പുലി തലയാണ് എടുക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ച പോലെ ഒരു മുൾക്കിരീടം എടുത്തണിയാൻ ആരെയാണ് CPIM നിയോഗിക്കുക എന്നതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ഉദ്യോഗഭരിതമായ ഒരു ചോദ്യം. കാരണം CPIMൻ്റെ തീരുമാനം പുതിയ പ്രസിഡന്റിനെ വെക്കണമെന്ന് തന്നെയാണ്. നിലവിലുള്ള പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കുകയാണ്. പുതിയ ഭരണസമിതി 13-ന് അധികാരമേൽക്കണം. മാത്രമല്ല മണ്ഡല സീസൺ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ഭരണസമിതി വന്ന് വേഗത്തിൽ ഈ ശബരിമല ഒരു മുന്നൊരുക്കങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്തായാലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കേണ്ടെന്ന ധാരണയിലേക്ക് എത്തിയത്. PS പ്രശാന്തിന് പകരക്കാരൻ ആരാണെന്ന് സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. CPI അവരുടെ നോമിനിയായ A അജികുമാറിനെ ഒഴിവാക്കി മറിച്ച് വിളപ്പിൽ രാധാകൃഷ്ണൻ സംസ്ഥാന കൗൺസിൽ അംഗത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. CPM പരിഗണിക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് മുൻ MP ആയ A സമ്പത്തിൻ്റെ പേരാണ്. 4 തവണ ലോക്സഭാംഗമായ സമ്പത്തിനെ വീണ്ടും പുതിയൊരു സ്ഥാനം നൽകണമോ എന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റുമുണ്ട്. എന്തായാലും ഈഴവ വിഭാഗത്തിൽ നിന്നൊരു നേതാവിനെ പരിഗണിക്കണമെന്ന കാര്യത്തിലാണ് CPIM ഇപ്പോൾ ആലോചന നടത്തുന്നത്. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിൻ്റെ പേരൊക്കെ പരിഗണിക്കുമെന്നെങ്കിലും ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിൽ ഒരു അംഗമുണ്ട്, സന്തോഷ് കുമാർ. അതുകൊണ്ട് ആ ജില്ലയ്ക്ക് വീണ്ടും ഒരു പ്രാതിനിധ്യം കൂടി നൽകാൻ CPIM തീരുമാനിച്ചേക്കില്ല. എന്തായാലും ഉച്ചയോടുകൂടി പുതിയ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊപ്പം ചേർന്നത് ശ്രീജിത്താണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.